പക്ഷെ ഇതിന് ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കഴിയുന്നതും ഇങ്ങനെയുള്ള സ്കാമുകളിൽ നമ്മൾ പോയി പെടാതിരിക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള റെന്റേ GST, അതുപോലെ തന്നെ റെന്റേ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയുള്ള സ്കാംസിന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവര് പല ആളുകളും അബദ്ധവശാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവർക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ GST നോട്ടീസും ഇൻകം ടാക്സ് നോട്ടീസും നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വരിക, അങ്ങനത്തെ ഒരു ഫോർമാറ്റേ ഇല്ല. ഒരു 3 കൊല്ലത്തിനുള്ളിൽ 4 കൊല്ലത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള നോട്ടീസുകൾ സാധാരണഗതിയിൽ വരിക. ഇനി ഇങ്ങനെ നമ്മൾ അബദ്ധവശാൽ പോയി ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോയി. ഇനി ഇതിന്ന് ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് വരുന്ന നോട്ടീസിന് നമ്മൾ പെനാൽറ്റി അടയ്ക്കാതെ നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് നമ്മളെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാണ്. നമ്മളായിട്ട് ഇപ്പം ഓൾറെഡി ഇത് സംസാരിച്ച വ്യക്തിയായിട്ട് ഉള്ള കോൾ റെക്കോർഡുകള്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തതിന്റെ വാട്സാപ്പ് ചാറ്റ്, അവര് നമ്മളായിട്ട് പറഞ്ഞിട്ടുള്ള ആ പെർസെന്റേജ് അവര് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ബാങ്കിന്റെ അകത്ത് നമുക്ക് അത് ക്രെഡിറ്റ് വന്നിട്ടുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ളതിനൊക്കെ എവിഡൻസ് പ്രൂഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകം ടാക്സ് ഓഫീസിലും GST ഓഫീസിലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ വരുന്ന ലീഗൽ നോട്ടീസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കഴിയുന്നതും ഇങ്ങനെയുള്ള സ്കാമുകൾ നമ്മൾ പോയി പെടാതിരിക്കുക.